ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണിന്റെ കറന്റ് എനർജി ലെവൽ ആണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഇത് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമ്മളുള്ള റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നിങ്ങൾ തമ്മിൽ അതായത് ഒരു റിലേഷൻഷിപ്പിലായിരുന്ന ഒരു ടൈമില് നിങ്ങൾ വളരെ ബാലൻസ് ചെയ്തും വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടും സാധാരണ ഒരു നോർമൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അയാൾക്ക് അതിൽ വളരെ പോസിറ്റീവ് ആയിട്ടൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കുറച്ചുകൂടി അതായത് കെയറിങ് രീതിയിലല്ല, അയാളുടെ ഒരു കൺട്രോളിലാക്കിയും അതുപോലെ അങ്ങനത്തേക്ക് ഒരു കുറച്ച് ഇച്ചിരി വാശി കൂടുതലും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് സമ്മതിക്കുന്നില്ല, അങ്ങനെ മൊത്തത്തില് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അയാളുടെ ഒരു കൺട്രോളിങ് പവർ ഉള്ള ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അയാൾ പറയുന്ന രീതിയിൽ നിങ്ങളും അതുപോലെ തന്നെ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടും അനുസരിച്ചും ഒക്കെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇയാൾ ഓവർ കൺട്രോൾ ചെയ്യുന്നു, വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ അനാവശ്യം ഇടപെടുന്നു, അങ്ങനത്തെ ഒരു ചിന്തകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്. അപ്പൊ നിങ്ങൾ അയാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ ആ ഒരു കൺട്രോളിങ് പവറൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടമായിട്ടൊക്കെ തന്നെയായിരിക്കും തോന്നിയിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾ യാതൊരു തരത്തിലും നെഗറ്റീവ്സും കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ബാലൻസ് ആയി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ കുറ്റങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ ഓക്കെ ആണ് ആ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പൊ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അയാൾക്ക് ഭയങ്കരമായിട്ടും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങില് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു എനർജി എന്ന് പറഞ്ഞാല് അവർക്ക് തന്നെ ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരെ ഡീപ്പായിട്ടും കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടും അതേപോലെ നല്ലൊരു കൈൻഡ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾ സ്ട്രോങ്ങും കോൺഫിഡന്റും ആണ്. അപ്പൊ അയാളുടെ എല്ലാം അതായത് അയാളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നല്ല തരത്തിൽ അയാളെ നല്ല രീതിയിലോട്ട് ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എനർജിയൊക്കെ അയാൾ വളരെയധികം സന്തോഷിച്ചിരുന്നു. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ബാലൻസ്ഡ് ആണ്. അതായത് നിങ്ങളുടെ ഒരു എനർജി ഭയങ്കരമായിട്ടും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരുന്നു അന്ന് ആ ഒരു റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് വളരെ സന്തോഷവും വളരെ എക്സൈറ്റഡും വളരെ എനർജറ്റിക്കും ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ എൻജോയ് ചെയ്തു. പക്ഷെ സഡൻ ആയിട്ട് അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ് ചെയ്തത്. അതായത് ഇയാൾ ഇത്രയും നാൾ എന്തായിരുന്നു അതിൽ നിന്നൊക്കെ ഡിഫറെന്റ്. അതായത് അയാളുടെ ഉള്ളിൽ അയാൾക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയാളുടെ ഉള്ളിൽ അയാള് അടക്കി വെച്ചിരുന്ന ആ ഒരു കാര്യം, അത് ചിലപ്പോ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് അത് നിങ്ങളിലൂടെ നേടാനോ അതല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു പാസ്റ്റ് ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ചെടുക്കുന്നത്. ചിലപ്പോ അയാൾക്ക് നിങ്ങൾ വഴി എന്തെങ്കിലും സോഴ്സിലോട്ട് പോകണമായിരിക്കും, അതല്ലെങ്കിൽ അയാൾക്ക് പാസ്റ്റിലുണ്ടായിരുന്ന എന്തെങ്കിലും ട്രോമാസ്, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കും, അതായത് എന്ത് പാസ്റ്റിലുണ്ടായ എന്ത് കാര്യത്തിൽ നിന്നും ഒന്ന് മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് കംപ്ലീറ്റ്ലി മാറ്റാനൊക്കെ വേണ്ടി ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കാം അയാൾ വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ എന്തൊക്കെയോ അയാൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ആ ഒരു വികാരമുണ്ട്. അതൊക്കെ പതുക്കെ അയാൾ നിങ്ങളെ എടുത്ത് കാണിക്കുന്നില്ല, പക്ഷെ അയാൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട്, അതായത് ആ ഒരു സ്ഥലത്തേക്ക് അയാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളുടെ ടാർഗറ്റ് എന്താണ് അതിലോട്ട് അയാൾ ഫോക്കസ് ചെയ്ത് അയാൾ പോവാൻ തുടങ്ങി. അപ്പോ ഇവിടത്തെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പില് അതായത് അയാൾക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം ഒന്നും വലിയ രീതിയിൽ ഇല്ലായിരുന്നു, നിങ്ങൾക്കായിരുന്നു കൂടുതൽ അങ്ങോട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇയാള് അങ്ങോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് അയാൾക്ക് ഇഷ്ടമുള്ള അയാളുടെ ഗോൾ എന്താണോ അതിലോട്ട് അയാൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അയാൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സ്വപ്നം കാണാനും അത് തന്നെയാണ് അയാളുടെ ജീവിതം എന്ന് 24/7 അയാൾ അത് തന്നെ മനസ്സിലിട്ട് ഒക്കെ നടക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫീലിങ്സിനും നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങളെ കൂടെ തന്നെ അയാൾ കെയർ ചെയ്യാതെ അയാളുടെ ലൈഫ് വേറെ എന്തോ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. അയാൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ആ ഒരു ഇതിലോട്ട് അയാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളുടെ ലൈഫ് അതിലോട്ട് അയാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
ഇപ്പോ ഒന്നെങ്കിൽ അയാള് ചിലപ്പോ എല്ലാവരുടെയും കേസിലല്ല, ചിലപ്പോ അയാൾക്ക് പുതിയ ജീവിതത്തിൽ ഒരു പുതിയൊരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒരാളോട് തോന്നുകയും, അതല്ല എങ്കിൽ അയാളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ഇൻസെക്യൂരിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ അയാൾ ഒരുപാട് ഹീൽ ചെയ്ത് അയാൾ ഫൈനലി അയാൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് അയാൾ വരികയും അയാളെ ഇത്രയും നാളും അയാൾക്കൊരു പേടി സ്വപ്നം അല്ലെങ്കിൽ ഉള്ളിൽ കിടന്ന ഒരു ഭയം, ഭീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാള് കളയുകയും അയാൾ കുറച്ചുകൂടെ ഫ്യൂച്ചറിന് അയാളുടെ ഫ്യൂച്ചറിന്, അതായത് നിങ്ങളെ മാറ്റി അയാളോട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് അയാളുടെ ലൈഫ് കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിൽ അയാളുടെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ കൂടുതൽ അയാൾ ചിന്തിക്കാനും അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെ അയാൾ പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങളിൽ നിന്ന് അയാൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയത് കൊണ്ട് തന്നെ അയാൾ ഒരുപാട് ഹീൽഡ് ആണ്. അയാളുടെ ഷാഡോ വർക്കിങ്ങും അതുപോലെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെ അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പേടികൾ മാറ്റിയപ്പോ അയാളുടെ ഉള്ളിലുള്ള എനർജീസ് ഒക്കെ അൺലോക്ക് ചെയ്ത് വെളിയിൽ വരികയും അതുപോലെ തന്നെ അയാള് ഒരുപാട് എന്താ പറയാ അയാൾ കുറെയൊക്കെ നല്ലൊരു ഹെൽത്തി, അതായത് ഇത്ര വിഷമിച്ചും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അയാൾ അതിൽ നിന്നൊക്കെ ഹീൽഡ് അയാൾ ആ ഒരു ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറി അയാൾ ബാക്കി അയാൾക്കുണ്ടായിരുന്ന എല്ലാ പവർ, നമ്മൾ പറയുന്ന സൂപ്പർ പവർ അല്ലെങ്കിൽ അതുപോലെ അയാൾ ഉള്ളിൽ കിടന്നുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ അയാൾ വെളിയിൽ വന്ന് അയാളുടെ ലൈഫ് ചൂസ് ചെയ്ത് പോയി. അപ്പൊ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് അയാൾ പോയി, നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട്, അതായത് നിങ്ങൾ അയാളുടെ ജീവിതത്തിനെ അയാൾ കംപ്ലീറ്റ്ലി മാറ്റി, നിങ്ങൾ അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്തൊരു സോഴ്സ്, അയാളുടെ ഇഷ്ടങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി അയാളുടെ ഓൾഡ് മെമ്മറീസും എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ വേണ്ടി ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു മെഡിസിൻ എന്ന രീതിയിൽ മാത്രം. അപ്പൊ അതിന്റെ ഒരു യൂസ് കഴിഞ്ഞപ്പോൾ അയാൾ നിങ്ങളെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് അയാളുടെ ലൈഫ് ചൂസ് ചെയ്ത് അയാൾ പോയി. അപ്പോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് അതായത് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും ഒക്കെ വീക്ക് ആവാൻ തുടങ്ങി, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വരാൻ തുടങ്ങി, ഒരു സമാധാനം ഒന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്തിരുന്നത് ഓക്കെ ആയി പോയിക്കൊരുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി തകർന്ന ഒരു കമ്മ്യൂണിക്കേഷൻസിനൊക്കെ, അതായത് വിളിച്ചാൽ കിട്ടില്ല, അതൊക്കെ തന്നെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും ഇയാൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ വിളിക്കുവാണെങ്കിലും സംസാരിക്കുവാണെങ്കിലും ഇയാൾ വളരെ മോശമായിട്ടുള്ള വേർഡ്സും ചീത്തയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അയാൾക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു ഡിസ്റ്റർബൻസ്, അതായത് അയാൾക്ക് നിങ്ങൾ ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് ആയി മാറി. കാര്യം വെച്ചാൽ നിങ്ങൾ അയാളെ ശല്യം ചെയ്ത് പുറകെ നടക്കുന്ന അങ്ങനത്തെ ഒരു രീതികളൊക്കെയാണ് അയാൾക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അയാൾ കുറ്റം കണ്ടുപിടിക്കാനും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പിന്നീട് അയാളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ വളരെ മ്യൂച്വലായിട്ടും വളരെ സ്നേഹത്തോടും പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികളാണെന്ന്, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു പേഴ്സൺ ശരിക്കും ഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്ന അയാൾ നിങ്ങൾ ഭയങ്കര ഇമോഷണലി അയാളോട് ഭയങ്കര കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്ത് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അത് അത്രയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവര് നിങ്ങളോട് കൺട്രോളിങ് എനർജിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ക്ഷമിച്ചും അല്ലെങ്കിൽ നിങ്ങളത് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഇയാളിലോട്ട് മാത്രമാണ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇയാൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് വിഷമങ്ങളും, നിങ്ങൾക്ക് നിങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ എപ്പോഴും വിഷമിച്ചിരിക്കുക, അതായത് ഒരു തരത്തിലും ഇയാൾ നിങ്ങളോട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ മൊത്തത്തിൽ ചീത്ത വിളിച്ച് നിങ്ങളെ മൈൻഡിനെ കംപ്ലീറ്റ്ലി തകർക്കുന്ന രീതിയിലുള്ള ഡേർട്ടി വേർഡ്സും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് ഇയാളിൽ നിന്ന്. കാരണം വെച്ചാൽ ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ അയാൾക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ബാഡ് ആയിട്ടുള്ള ചീത്തായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോ നിങ്ങൾ എത്രയൊക്കെ അയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അയാൾക്ക് നിങ്ങൾ പറയുന്ന ഒരു വാക്ക് കേൾക്കാനോ ഒന്നിനും അയാൾ താല്പര്യപ്പെടുന്നില്ല. അയാൾ കംപ്ലീറ്റ്ലി അയാളുടെ ആഗ്രഹങ്ങൾ, എന്താണ് അയാളുടെ മനസ്സ് ഉദ്ദേശിച്ച് അതിലോട്ട് പോകാൻ. അപ്പൊ അതിന് നിങ്ങളൊരു ചിലപ്പോ അയാൾക്ക് ഇപ്പോ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓരോരുത്തർ സിറ്റുവേഷൻ വെച്ചിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ ഫാമിലിയുടെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ജോലി ആയിരിക്കും. അപ്പൊ അയാൾക്ക് അതാണ് അയാളുടെ ജീവിതത്തിൽ കൂടുതൽ വേണ്ടത്. അപ്പൊ അതിലോട്ട് അതിലും കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അയാൾക്കൊരു ബാധ്യതയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഒരു ഇതാണ് അയാൾക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അയാൾ നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഫുള്ളായിട്ട് ചീത്ത വിളിച്ച് നിങ്ങളെ മൊത്തം തകർക്കുന്ന രീതിയിൽ നിങ്ങളെ
എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അയാളോട് വളരെയധികം സ്നേഹവും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്കായി, നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി, നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒന്ന് സന്തോഷത്തോടുകൂടി ഇരിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഇപ്പൊ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ മൊത്തത്തിൽ തകർന്നിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേഴ്സന്റെ വിചാരം മാത്രമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോയി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ജോലി, പഠിത്തം, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ്ലി പോയി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ വേണോ വേണ്ടായിരുന്നോ എന്നൊക്കെ ആകെപ്പാടൊരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ മൈൻഡ്. നിങ്ങൾ ശരിക്കും ബ്ലോക്കായി, നിങ്ങൾ ശരിക്കും ഈ ഒരു വിഷമത്തിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിപ്പോ നിങ്ങൾ ഉടനെ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ അയാൾ സംസാരിക്കാനൊന്നുമല്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഫീൽ ചെയ്യുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ സംസാരിച്ച് രണ്ടുപേരും കൂടെ സോൾവ് ചെയ്യും ഫ്യൂച്ചറിൽ. അപ്പൊ നിങ്ങളിപ്പോ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ അങ്ങ് പോവുക. പതുക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് കാലിൽ വീണ് കെഞ്ചുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാല് അയാൾ ഇപ്പോഴത്തെ വേറൊരു മായാലോകത്താണ് ആ ഒരു പേഴ്സൺ. അപ്പൊ അയാൾ വേറെ ആരുടെയും ഫീലിങ്സ് ഒന്നും മനസ്സിലായി, അപ്പൊ അയാളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പൊ അയാൾക്ക് അങ്ങനെ ആ ഒരു എനർജി അങ്ങനെ പോകുമ്പോൾ അയാൾക്ക് നിങ്ങൾ തമ്മിലുള്ള സോണ്ട് കണക്ഷൻ ഒക്കെ വെച്ചിട്ട് അയാൾ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും. അപ്പൊ വരുമ്പോഴേ നിങ്ങൾ തമ്മിൽ ഇരുന്ന് നല്ലതുപോലെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. അന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. അയാൾ നിങ്ങളോട് ഒരുപാട്, അതായത് ഇപ്പൊ നിങ്ങൾ കാല് പിടിച്ച് പുറകെ നടക്കുന്ന പോലെ അയാൾ അന്ന് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാല് പിടിച്ച് പുറകെ നിന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നതാണ് നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അത് അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ കാരണം എന്ന് വെച്ചാല് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അയാൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലായി നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതായത് നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അയാൾക്ക് വേണ്ട എല്ലാ തരത്തിലും, അതായത് നിങ്ങൾക്കില്ലെങ്കിൽ പോലും നിങ്ങൾ അയാൾക്ക് കൊടുത്ത് നിങ്ങൾ അയാളെ പ്രൊട്ടക്ട് ചെയ്ത് അയാളെ നല്ല രീതിയിൽ കൊണ്ടുവരാനൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ എല്ലാം അയാൾക്ക് അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് അയാൾ പോകുമ്പോൾ അയാൾക്ക് അവിടെ ഒരുപാട് പ്രോബ്ലംസും ഒക്കെ അയാളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോഴാണ് അയാൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജിയുടെ പ്രസൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഒരു നെഗറ്റീവ് ഒരു എനർജിയുടെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും അയാൾക്ക് വല്ലാത്തൊരു എനർജിയിൽ നിന്ന് അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അയാളുടെ ജീവിതത്തിൽ അവിടെ, അതായത് നിങ്ങളിൽ നിന്ന് മാറി അയാളുടെ ഫ്യൂച്ചർ ചൂസ് ചെയ്ത് പോയ ആ സ്ഥലത്തും അല്ലെങ്കിൽ അയാളുടെ പിന്നീടുള്ള ലൈഫിലൊക്കെ മൊത്തം നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് അയാൾക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ശരിക്കും അയാൾക്ക് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അയാൾക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അയാൾക്കൊരു സമാധാനമില്ല, അയാൾക്ക് ഒന്നും തന്നെ ഇല്ല, അയാൾക്ക് പ്രോപ്പറായിട്ട് അയാളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് അയാൾ വീണ്ടും ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. അയാൾക്ക് അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി എന്നെ മനസ്സിലാവുകയും അയാൾ തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഇപ്പൊ റിലേഷൻഷിപ്പിലോട്ടാണ് അയാൾ പോയിരുന്നെങ്കിൽ അയാൾക്ക് അവിടെ ഒരു ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അയാളെ ഇട്ടിട്ട് പോവുക, അതല്ലെങ്കിൽ പൈസപരമായിട്ടും ഒക്കെ ആണെങ്കിൽ അവരെ ഒരുപാട് ആൾക്കാരെ പറ്റിക്കാനും അയാൾ വിചാരിച്ചൊരു ജീവിത രീതിയൊന്നും അല്ല അയാൾക്ക് അവിടെ കിട്ടുന്ന. എല്ലാം ഓപ്പോസിറ്റ്, അയാൾ ആഗ്രഹിച്ചതിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അയാളുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ തകർന്ന് അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്ത് അയാൾക്ക് ഈ ജീവിതത്തിന് കൂടെ നിർത്താനും അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും നിർത്താനും എടുക്കാനും ഒന്നും ആരും അയാളുടെ കൂടെ ഇപ്പൊ ഇല്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അയാൾ നിങ്ങളോട് അയാൾ കാണിച്ചതിനെ പറ്റിയൊക്കെ ഓർത്ത് അയാൾക്ക് ഒരുപാട് ദുഃഖമുണ്ട്. അയാളിപ്പോ ശരിക്കും പറഞ്ഞ ഒരു ഡിപ്രഷൻ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോ ഈ ഒരു ലൈഫിൽ നിന്ന് തന്നെ മേ ബി ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ആ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം ജീവിതം മൊത്തം തകർന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കറക്റ്റ് ആയിട്ടും നിങ്ങളുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരും. നിങ്ങളോട് ഒരു നല്ലൊരു രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മുടെ യൂണിവേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ
നിങ്ങളെന്ന് പറയുമ്പോൾ വളരെ ബോൾഡായിട്ടും വളരെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള എല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് അയാൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരുപാട് ചാൻസുകൾ കാണുന്നുണ്ട്. അപ്പോ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ശരിക്കും ഇപ്പോൾ അയാളുടെ ലൈഫിൽ വേണം. കാരണം എന്ന് വെച്ചാൽ അയാൾ ശരിക്കും ജീവിതം തന്നെ തകർന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.